അധാർമികമായി അധികാരം കൈയടക്കി വച്ചിരിക്കുന്നവരുടെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ആഗമനകാലത്ത്. ചില അധികാരികൾ സ്വാർത്ഥരാണെന്നേ. ഉണ്ണീശി ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവനെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ച സ്വാർത്ഥനായ അധികാരിയല്ലേ ഹെറോദസ്. സ്വന്തം നിലനിൽപ്പിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ച് വീട് വിചാരമില്ലാതെ പോയൊരു മനുഷ്യൻ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവനെക്കുറിച്ച് നല്ലതല്ലാത്ത പലതും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. റോമക്കാർ അവന് കൊടുത്ത അധികാരപട്ടമാ യഹൂദരുടെ രാജാവ്, ദ കിങ് ഓഫ് ജ്യൂസ്. ജനനം കൊണ്ടോ മതപരമായോ അവൻ യഹൂദനല്ല. എങ്കിലും ആ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി അവൻ അങ്ങേയറ്റം വരെ പോകുന്നുണ്ട്. കുശാഗ്രപതിയും സ്വാർത്ഥതയും കടനഹൃദയനുമായ ഒരു ന്യായാധിപനായിരുന്നവൻ. തനിക്കെതിരെ വന്നവരെ നിഷ്കരുണം അവൻ ഉന്മൂലനം ചെയ്യുന്നുണ്ട്. അതിൽ ഭാര്യയും മക്കളും ബന്ധുജനങ്ങൾ പോലുമുണ്ട്. ശത്രുക്കളെ മാത്രമല്ല, കൂടിയുള്ളവരെ പോലും അവൻ കൊന്നൊടുക്കി. കൊല്ലുകയെന്നത് അവൻ്റെ ജന്മവാസനയായിട്ട് മാറുകയാണ്. ആ ക്രൂരനായ അധികാരിയുടെ അടുത്തേക്ക് അങ്ങ് ദൂരെ മരുഭൂമികൾ താണ്ടി 3 അപരിചിതരായ ജ്ഞാനികളെത്തുന്നത്. യഹൂദ രാജാവിനെ അന്വേഷിച്ചാണ് അവർ വന്നത്. കിഴക്കവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നവരാ. അതോടെ ഹെറോദസ് അസ്വസ്ഥനാവുകയാണ്. സ്വന്തം അധികാരത്തിന് വെല്ലുവിളിയായി മറ്റൊരു രക്ഷകൻ അവൻ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു പിന്നെ ഹെറോദസിൻ്റെ കുടിലതന്ത്രം. അതിനായി അവൻ പട്ടാളക്കാരെ ബെത്ലഹേമിലേക്ക് അയക്കുന്നുണ്ട്. ഒരുപാട് ശിശുക്കളെ ഉന്മൂലനം ചെയ്യുന്നുണ്ട്. ഇന്നും ചില മനുഷ്യർ ഇങ്ങനെയാണെന്നേ. ഏത് കഠിനമായ വഴിയിലൂടെയും ക്രിസ്തു സാന്നിധ്യത്തെ ലോകത്തുനിന്ന് ഉന്മൂലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ. അവൻ്റെ മൂല്യങ്ങൾ, അവൻ്റെ നിലപാടുകൾ സ്വന്തം സ്വാർത്ഥതയുടെ നിലനിൽപ്പിന് വെല്ലുവിളിയാണെന്ന് ഭയപ്പെടുന്നവരാ വാളെടുക്കുന്നത്. എന്നും ക്രിസ്തുവിനെതിരെ, അവൻ്റെ മൂല്യങ്ങൾക്കെതിരെ, അവൻ്റെ സഭയ്ക്കെതിരെ, അവൻ്റെ വിശ്വാസ സമൂഹങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന മനുഷ്യർക്കുള്ളിൽ അധികാരത്തിൻ്റെ ഗർവുണ്ടെന്നേ. ആകയാൽ അധികാരികളുടെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്.